ശാലോം ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും യൂത്ത് ഗൈഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. സ്നേഹത്തിൻ്റെ അഭാവമാണ് പല പ്രശ്നങ്ങൾക്കും കാരണം. സ്നേഹം ഒരു ക്രിയാത്മക ശക്തിയാണ്, മനസ്സിലെ മുറിവുണക്കുന്ന അത്ഭുതകരമായൊരു ശക്തി. ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും നമ്മുടെ കുടുംബങ്ങൾ വളരണമെങ്കിൽ പ്രശ്നങ്ങളെ അതിജീവിച്ച് ജീവിക്കുവാൻ പഠിക്കണം. യൂത്ത് ഗൈഡ് അതിനൊരു മാർഗമാകുന്നു എന്ന് കരുതുന്നു. എല്ലാവർക്കും യൂത്ത് ഗൈഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് മറുപടി പറയാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് പ്രശസ്ത ഫാമിലി കൗൺസിലറായ ശ്രീമതി ഗ്രേസ് ലാലാണ്. മാഡത്തിന് സ്വാഗതം. യുവജനങ്ങളുടെ പ്രതിനിധിയായി ജീസസ് യൂത്ത് പ്രൊഫഷണൽ മിനിസ്ട്രീസിൻ്റെ കോർഡിനേറ്ററായ മിസ്റ്റർ നവീൻ ജോസഫ് നമ്മോടൊപ്പം ഉണ്ട്. നവീനെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നവീൻ, സ്വാഗതം. നമുക്ക് കത്തുകളിലേക്ക് കടക്കാം. ഇന്ന് ആദ്യമായി ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയുടെ കത്താണ്. ഞാനൊരു സ്വകാര്യ സ്ഥാപനത്തിൽ അക്കൗണ്ടൻ്റായി ജോലി ചെയ്യുന്നു. ഭർത്താവ് ബാങ്ക് മാനേജറാണ്. UKG പഠിക്കുന്ന ഒരു കുട്ടിയുമുണ്ട്. എല്ലാ കുടുംബത്തിലെയും പോലെ ഞങ്ങൾ തമ്മിലും ഇടയ്ക്ക് വഴക്കും പിണക്കവും ഒക്കെ ഉണ്ടാവാറുണ്ട്. ദേഷ്യം വരുമ്പോൾ ഭർത്താവ് പറയും, എന്നാൽ പിന്നെ നമുക്ക് ഡൈവോഴ്സ് ചെയ്തേക്കാം എന്ന്. ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. ഭർത്താവിന് മറ്റാരൊക്കെയോ ആയി അടുപ്പമുള്ള പോലെ എനിക്ക് സംശയമുണ്ട്. അത്രയുള്ള സംശയമാണ്. അതെ, ഓക്കെ. ഇതിപ്പോൾ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു സംശയം തുടങ്ങിയിരിക്കുന്നു. കാരണം ഇടയ്ക്കിടയ്ക്ക് ഡിവോഴ്സ് ചെയ്യാന്ന് ഈ ഭർത്താവ് പറയുന്നു. അത് രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, കുടുംബജീവിതത്തിൽ അവരുടെ ആ 2 കുട്ടികളുണ്ട്. ആദ്യത്തെ പഠിക്കുന്ന ഒരു കുട്ടിയുണ്ടെന്നേ പറഞ്ഞു. UKG പഠിക്കുന്ന ഒരു കുട്ടി. അപ്പോൾ അവരുടെ ആദ്യത്തെ ആ സ്മൂത്ത്നെസ് കുറഞ്ഞു പോയി. കല്യാണം കഴിച്ചാൽ ഉടനെ ആദ്യ നാളുകളിൽ ഒരു ഫസ്റ്റ് 3 years എന്ന് പറയുന്നത് കണ്ടാലും മതിയാവില്ല, പറഞ്ഞാലും തീരില്ല, എവിടെ പോയാലും മുട്ടി ഉരുമി ചക്കരയും തേങ്ങയും വെച്ച് അട കാച്ചിയ പോലെ ജീവിക്കുന്ന ഒരു കാലമുണ്ട്. ആ കാലം കഴിഞ്ഞു. രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് അവർ കയറി. കാരണം കുട്ടിയായി, ഉത്തരവാദിത്തമായി. അപ്പോൾ പതുക്കെ ശ്രദ്ധ കുറയാൻ തുടങ്ങി. അവരുടെ സ്നേഹമുണ്ട്, ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. അത് പ്രകടിപ്പിക്കുന്ന കാര്യത്തിൽ പലപ്പോഴും വീഴ്ചകൾ ഭർത്താവിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നു. അത് കാണുന്ന ഭാര്യ പൊട്ടിത്തെറിക്കുന്നു. പൊട്ടിത്തെറിച്ച് കഴിയുമ്പോൾ പറയുന്നു, എന്നാൽ വേണ്ടടി, നമുക്കിവിടെ വെച്ച് പിരിഞ്ഞേക്കാം. ഇത് പലരും പറയുന്നത്, എനിക്ക് തോന്നുന്നു അയാൾ പിരിയാൻ വേണ്ടി പറയുന്നൊന്നുമല്ല, അവളെ പേടിപ്പിക്കുന്ന, എന്നാലെങ്കിലും ഇവിടെ അടങ്ങി ഒതുക്കി നേരെ നിൽക്കട്ടെ എന്ന് കരുതി പറയുന്നതായിരിക്കും. പക്ഷെ അതിനകത്ത് 2-3 കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. നമ്മുടെ ഒരു ക്രിസ്ത്യൻ കുടുംബം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു കത്തോലിക്ക വിവാഹം എന്ന് പറയുന്നത് മരണം വരെയുള്ളൊരു കോൺട്രാക്റ്റാണ്. അവർ വിവാഹിതരായി ദൈവത്തിന് മുമ്പാകെ, നാട്ടുകാരുടെ മുമ്പിൽ, വീട്ടുകാരുടെ മുമ്പിൽ, സഭയുടെ അധികാരികളുടെ മുൻപിൽ വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയാക്കി അൾത്താരയുടെ മുന്നിൽ പരസ്പരം കൈപിടിച്ച് ഒന്നായ ഒരു നിമിഷം അവർ മരണം വരെയുള്ളൊരു കോൺട്രാക്റ്റ് സൈൻ ചെയ്തിരിക്കുന്നു. അത് 2 പേരും ഓർക്കുക. ഭർത്താവ് ഓർക്കണം, ഭാര്യ ഓർക്കണം. ഇടയ്ക്കിടയ്ക്ക് ഡിവോഴ്സ് ചെയ്യാന്ന് പറയേണ്ട കാര്യമില്ല. കാരണം മരണത്തിന് മാത്രം വേർപെടുത്താൻ കഴിയുന്ന ഒരു ബന്ധത്തിലാണ് അവർ കടന്നു വന്നിരിക്കുന്നത്. അത് ഇടയ്ക്ക് വെച്ച് പിരിയാൻ പാടില്ല. അങ്ങനെ പറയുന്നതും പാപമാണ്, ആ വാക്ക് ഉപയോഗിക്കുന്നതും പാപമാണ്. പണ്ടത്തെ നമ്മുടെ കുടുംബങ്ങളിൽ എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ ഇങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കത്തില്ലായിരുന്നു. അത് വളരെ തെറ്റാണെന്ന് നമ്മൾ പഠിച്ചു വെച്ചിരുന്നു. അങ്ങനെ പറഞ്ഞു പോയാൽ തന്നെ എന്തോ സംഭവിക്കും എന്നുള്ള, തീർച്ചയായിട്ടും അതൊരു പാപമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം കോടതിയായി, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് പള്ളിയിൽ വെച്ച് കല്യാണം നടത്തിയാലും കോടതി വരാന്തകളിൽ പോയി നല്ല അഡ്വക്കേറ്റ്സിനെ കണ്ടെത്തിയാൽ പെട്ടെന്ന് മ്യൂച്വൽ ഡിവോഴ്സ് കിട്ടി പിരിയാം. അതായത് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല, ഒന്നും സഹിക്കാൻ പറ്റുന്നില്ല. കുടുംബജീവിതം എന്ന് പറയുന്നത് പ്രശ്നങ്ങളുണ്ടാവും, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും, പൊരുത്തക്കേടുകളുണ്ടാവും, സംഘടനകളൊക്കെ കുടുംബജീവിതത്തിൻ്റെ സ്വഭാവമാണ്. അതില്ലാതെ കുടുംബജീവിതം ഉണ്ട് എന്ന് പറയുന്നത് ആരെങ്കിലും പറഞ്ഞാൽ അത് ലോകത്തിലേക്ക് വലിയ മണ്ടത്തരാണ്. നമുക്കെല്ലാം ഒന്നും ജീവിത പങ്കാളി പറയുന്നത് എല്ലാം ഒന്നും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് നമ്മുടേതായ ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. അപ്പോൾ അവർ പറയുന്നതിനെ ഒന്ന് മനസ്സിലാക്കി ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി പോവുകയാണ് കുടുംബജീവിതത്തിൽ എപ്പോഴും നമുക്ക് നല്ലത്. പക്ഷേ ഇതിനകത്തുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിലല്ല ലവ് മേക്കിംഗ് എന്തുമാത്രം ഉണ്ടെന്ന് എനിക്കറിയില്ല. കാരണം ആ ദാമ്പത്യ സ്നേഹമാണ് നമ്മളെ നിലനിർത്തുന്നത്. ഏത് പ്രശ്നം ഉണ്ടെങ്കിലും, എത്ര കടബാധ്യത വന്നാലും, എത്ര ബുദ്ധിമുട്ടുകൾ വന്നാലും നമ്മൾ കൂടെ നിൽക്കുന്നതിൻ്റെ രഹസ്യമെന്ന് പറയുന്നത് സ്നേഹമാണ്.
അത് ചുമ്മാ ഒരു സ്നേഹമല്ല. മാരിറ്റൽ ലവ് എന്ന് പറയുന്ന ഒരു വല്ലാത്ത സ്നേഹമാണ്. അതെ. അത് ദൈവം തമ്പുരാൻ ഭാര്യ ഭർത്താക്കന്മാർക്ക് മാത്രമായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു വലിയ ശക്തിയാണ്. ആ സ്നേഹം കൊണ്ട് ഭർത്താവിനെ കീഴടക്കാൻ അവൾക്കാവുന്നില്ല. ദാമ്പത്യ സ്നേഹം എന്ന് പറയുന്ന ഒരു ടോട്ടൽ ഗിവിങ് ആണ്, പൂർണ്ണമായൊരു സമർപ്പണമാണ്. അതൊരു അൺകണ്ടീഷണൽ ലവ് ആണ്. അവിടെ കണ്ടീഷൻസ് ഇല്ല, യാതൊരു കണ്ടീഷൻസും ഇല്ലാതെ രണ്ട് വ്യക്തികൾ മരണം വരെ ജീവിക്കുക. അവിടെയാണ് ദാമ്പത്യ സ്നേഹമെന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ഉപരിപ്ലവമായ ബന്ധമാണെന്ന് എനിക്ക് തോന്നുന്നു. ഉപരിപ്ലവമായ ബന്ധം എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ സ്നേഹിക്കുന്നുണ്ട്, സമയത്തിനും കാലത്തിനും പിള്ളേരൊക്കെ ഉണ്ടാവുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഓടുന്നുണ്ട്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെന്നാൽ അവർക്കിടയിൽ ആഴമായ ഒരു റിലേഷൻഷിപ്പ് ഇല്ല. അതാണിപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആഴമായ ആ റിലേഷൻഷിപ്പിലേക്ക് വരിക, അത് ഒരു ഉറ്റഗാഢ ബന്ധമാണ് ദാമ്പത്യ സ്നേഹം എന്ന് പറയുന്നത്. ഉറ്റഗാഢ ബന്ധം അതൊരുവൻ്റെ കോർ പേഴ്സണാലിറ്റിയാണ്. വ്യക്തിത്വത്തിൻ്റെ അന്തസത്തയിൽ രണ്ട് വ്യക്തികൾ ഒന്നായി കഴിഞ്ഞാൽ അവരെ തമ്മിൽ വേർപെടുത്താൻ ആർക്കും ആവില്ല. ആ ഒരു സ്നേഹത്തിൻ്റെ തലത്തിലേക്ക് വേണം ദമ്പതികൾ കടന്നു വരാൻ. പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ആ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുക എന്ന് പറയുന്നത് നടക്കില്ല. ഒരു കുട്ടിയായി ആ കൊച്ചു കേട്ടോണ്ടിരിക്കുന്ന ഇതാണ് സ്ഥിരം അപ്പനും അമ്മയും തമ്മിൽ വഴക്കുണ്ടാക്കുന്നു. ആ വഴക്ക് പിടിക്കരുതെന്ന് ഞാൻ പറയുന്നില്ല, വഴക്ക് പിടിക്കാൻ മുട്ടുമ്പോൾ അവർ വഴക്ക് പിടിക്കട്ടെ. പക്ഷെ ആ കുട്ടിയുടെ മുന്നിൽ എന്നാ പോയേക്കാം, അല്ല നീ പൊക്കോ, അതൊരു വെറും ബാലിശമായ ജീവിത രീതിയാണെന്ന് തോന്നുന്നു. അഭിപ്രായ വ്യത്യാസങ്ങൾ കുട്ടികളുടെ മുമ്പിൽ വെച്ച് പറയാതെ അവർ തമ്മിൽ മാത്രമുള്ള സമയങ്ങളിൽ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് കുട്ടിയെ ബാധിക്കാതിരിക്കും. നമ്മൾ മുമ്പുള്ള പല കേസുകളും കേട്ടിരുന്നത് കല്യാണം കഴിക്കാൻ താല്പര്യമില്ലാത്ത കുട്ടികളുടെ ധാരാളം കേസുകൾ വരുന്നുണ്ട്. ഒരു പക്ഷേ ഇങ്ങനെ മാതാപിതാക്കൾ തമ്മിൽ വഴക്കുണ്ടാക്കുന്ന അതും വളരെ സീരിയസ് ആയിട്ട് കുട്ടികളുടെ മുമ്പിൽ വെച്ച് ഒരു മറയില്ലാതെ ചെയ്യുന്ന കേസുകളിലൊക്കെ ഒരു അനന്തരഫലമായിട്ടായിരിക്കും കുട്ടികൾക്ക് പോലും കുടുംബജീവിതത്തെ താല്പര്യമില്ലാതാക്കി മാറ്റുന്നത്. അങ്ങനെയുള്ള ഒരു സമയം അവർ കണ്ടെത്തുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എന്തുകൊണ്ടായിരിക്കാം ഈ ഭർത്താവ് പലപ്പോഴും എന്നാൽ അങ്ങ് ഡൈവോഴ്സ് ചെയ്തേക്കാം എന്ന് പറയാൻ കാരണം? ഈ ഡീപ്പായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ക്രിസ്ത്യൻ നമ്മുടെ മാരേജ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ആർക്കും ഏർപ്പെടുത്താൻ പറ്റാത്ത രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പാണെന്ന് പറയുന്നത് അവരുടെ ഉള്ളിൽ അത് ഫീൽ ചെയ്തിട്ടില്ല. ആ ലെവലിലേക്ക് അവരുടെ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തിട്ടില്ല. ബോധപൂർവമായ ഒരു ശ്രമം തന്നെ ഒരുപക്ഷെ വേണമായിരിക്കും അങ്ങനെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ. എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയിട്ടുള്ള, എൻ്റെ കുടുംബജീവിതത്തിലാണെങ്കിലും ഞങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലാണെങ്കിലും ഫാമിലീസിലും കണ്ടിട്ടുള്ള ഒരു ഇത്, കല്യാണം കഴിഞ്ഞിട്ട് ആദ്യകാലങ്ങളിലുള്ള ഒരു സമയം കഴിഞ്ഞ് കുട്ടിയായി കഴിയുമ്പോഴുള്ള ഒരു ഡിഫറൻസ് കാണുന്നത് സമയം കൂടുതലും സ്പെൻഡ് ചെയ്യുന്നത് കുട്ടികളുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഇവർ രണ്ടുപേരും തമ്മിലുള്ള സമയങ്ങൾ കുറയുന്നു. അവർ സമയം അങ്ങനെയും കൂടെ പ്ലാൻ ചെയ്ത് ഭാര്യയും ഭർത്താവും മാത്രമുള്ള ഷെയറിങ്ങിനുള്ള സമയങ്ങൾ കണ്ടെത്തണം. വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള, എന്നാൽ കുട്ടിയുടെ കാര്യമോ വീട്ടിലെ ഷോപ്പിങ്ങിൻ്റെ കാര്യമോ ഒന്നും അല്ലാതെ അവരുടെ റിലേഷൻഷിപ്പ്, വ്യക്തികളുടെ ബന്ധം ആഴപ്പെടുന്ന രീതിയിലുള്ള ഓപ്പണായിട്ടുള്ള സംസാരത്തിന് വേണ്ടി സമയം പ്ലാൻഡ് ആയിട്ട് കണ്ടെത്തണം എന്നുള്ള ചില ചിന്തകൾ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ ഫാമിലി സെല്ലുകൾ സർക്കിളിലൊക്കെ അതിൽ വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പ് ഡീപ്പ് ആകാനായിട്ട്, ബോണ്ടിങ് സ്ട്രോങ് ആകാനായിട്ട്. അല്ലെങ്കിൽ പതുക്കെ കുട്ടിയുടെ കാര്യം, ജോലിയുടെ കാര്യം, കുട്ടിയുടെ കാര്യമാണെങ്കിലും അത് ഭാര്യയ്ക്ക് മാത്രം വിട്ടുകൊടുക്കാതെ ഭർത്താവും കൂടി ഒരുമിച്ച് കൂടി ചെയ്യുമ്പോൾ അവിടെയും അവരുടെ ഷെയറിങ് ഉണ്ടാവുകയാണ് ഓരോ കാര്യത്തിലും. അടുപ്പം കൂടും. അതിനകത്ത് ഒരു കാര്യം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ തലങ്ങളിൽ ആണും പെണ്ണും ഒരിക്കലും ഒരുപോലെയല്ല. ആ സത്യം മനസ്സിലാക്കണം. കാരണം പുരുഷൻ സ്നേഹം പ്രകടിപ്പിക്കുന്ന കാര്യത്തിൽ പിശുക്കന്മാരാണ് പുരുഷന്മാർ പൊതുവെ. അവർ അത്ര എപ്പോഴും ഇങ്ങനെ ചക്രതേൻ അത് കല്യാണത്തിന് മുമ്പ് പറയും, കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ കുറച്ച് നാളത്തേക്ക് പറയും. പിന്നെ അവർ റിയാലിറ്റിയിലേക്കാണ് വരുന്നത്. കാരണം അരി ഉണ്ടാക്കണം, വീട്ടിലെ കാര്യം നോക്കണം, വീട് വെക്കണം, പിള്ളേരെ പഠിപ്പിക്കണം, അവൻ്റെ തലയിൽ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അവനെ സംബന്ധിച്ച് ചക്കര പൊന്നെന്ന് പറഞ്ഞ് ഇരിക്കാൻ പറ്റത്തില്ല. അവന് കുറച്ച് റീസണബിൾ ആയിപ്പോൾ. പക്ഷെ സ്ത്രീ എന്ന് പറയുന്നത് അങ്ങനെയല്ല. അവളെപ്പോഴും ഇത് കേൾക്കാൻ ആഗ്രഹിക്കുകയാണ്. അവൾക്ക് സ്നേഹം എത്ര കിട്ടിയാലും തികയില്ല, ഇത് എത്ര കേട്ടാലും മതിയാവില്ല. അപ്പം അവിടെയാണ് പലപ്പോഴും ഈ പ്രശ്നം വരുന്നത്. എന്നോട് സ്നേഹമില്ല. അപ്പോൾ കൂടെ സ്നേഹം ഇല്ല എന്ന് പറഞ്ഞ് ഭർത്താവിനെ ശല്യം ചെയ്യുമ്പോൾ എന്നാൽ നീ പൊക്കോ എന്ന് പറയും. അതൊരു കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ പൊസസീവാണ് സ്ത്രീകൾ. ആ സ്നേഹം എങ്ങും പോകരുത്, അവർക്ക് മാത്രമായിട്ട് കിട്ടണം. ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അവർ കുറച്ചുകൂടെ ബ്രോഡ് മൈൻഡഡാണ്, വിശാലമായിട്ട് ചിന്തിക്കുന്നവരാണ്. അപ്പൻ, അമ്മ, പെങ്ങൾ, അളിയൻ, ചേട്ടൻ, ചേച്ചി, ഭാര്യ, കുഞ്ഞുങ്ങൾ, ഒത്തിരി സീറ്റ് അവരുടെ മനസ്സിൽ ഇടാനുള്ള ഇടയുണ്ട്. ഒത്തിരി കസേരകളിട്ട് എല്ലാവരെയും ഇരുത്താനുള്ള ഇടയുണ്ട്. സ്ത്രീയുടെ മനസ്സിൽ ആകെ 2 കസേരയേ ഉള്ളൂ, എന്ന് ഭർത്താവും കൊച്ചും. അപ്പം അതാണ് ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ടുള്ള കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ എനിക്ക് കിട്ടുന്നില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ സ്ത്രീക്ക് കൊച്ചു കാര്യങ്ങൾ പോലും സ്നേഹത്തിൻ്റെ പ്രകടനങ്ങളാണ്. ചിലപ്പോൾ അവളുടെ ബർത്ത്ഡേ അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെറിയതാണെങ്കിലും ഭർത്താവ് അത് ഓർത്തിരുന്ന് അവൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കുക, അതൊക്കെ സ്ത്രീക്ക് വളരെ വലുതാണ്. ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇത് പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന മുഴുവൻ ആർക്ക് വേണ്ടിയാണ്? ഈ വീട് ആർക്ക് വേണ്ടിയാണ് ഞാൻ കെട്ടിപ്പൊക്കിയത്? ഈ ഇതെല്ലാം മേടിച്ചിട്ടിരിക്കുന്ന ആർക്ക് വേണ്ടിയാണ്?
അപ്പോൾ ഭർത്താവിൻ്റെ മനസ്സിൽ ഇതെല്ലാം സ്നേഹമാണ്, അവനുണ്ടാക്കുന്ന എല്ലാ സ്നേഹമാണ്. പക്ഷെ സ്ത്രീക്ക് അതെല്ലാം ഉണ്ടാക്കുന്നതല്ല, സ്നേഹമൊന്നുമല്ല. പിന്നെ അവൾ ചെയ്യുന്ന പലപ്പോഴും കാണാനില്ലല്ലോ. അവൾ രാവിലെ എഴുന്നേൽക്കുന്നു, ജോലി ചെയ്യുന്നു, ഭർത്താവ് ചെയ്യുന്നതൊക്കെ കാണാനുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങളാണ് സ്ത്രീ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ ഒത്തിരി കേൾക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അവിടെ ഭർത്താവിനോട് ഞാൻ പറയുന്ന ഒരു കാര്യം ഇതാണ്, അവൾ ഒരുതരം ശ്രദ്ധ ക്ഷണിക്കൽ നോട്ടീസാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. അറ്റൻഷൻ സീക്കിംഗ് ആണ്. അപ്പോൾ അവൻ്റെ ശ്രദ്ധ അങ്ങോട്ടാണ് വരേണ്ടത്. എൻ്റെ പ്രോബ്ലം എന്താ, നിനക്ക് എന്താ വേണ്ടത്. അപ്പോൾ ചിലപ്പോൾ അവൾ പറയും എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്ന പോരാ, അല്ലെങ്കിൽ എനിക്കായിട്ട് എൻ്റെ കൂടെ ഔട്ടിങ്സ് പോരാ, അല്ലെങ്കിൽ ഞാൻ ഭക്ഷണം കഴിച്ചോ നിങ്ങൾ ചോദിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഉറങ്ങിയോ നിങ്ങൾ ചോദിക്കുന്നില്ല. ചിലപ്പോൾ 1-2 കൊച്ചു ചോദ്യങ്ങളായിരിക്കും അവൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവളത് മനസ്സിലാക്കാൻ ഭർത്താവിൻ്റെ ഒരു സമയം അവൻ കണ്ടെത്തുക. അല്ലാതെ എന്നാൽ ഡിവോഴ്സ് എടുത്തേക്കാം എന്ന് പറയുന്നത് ശരിയായ മെത്തേഡല്ല. ആ പോകുന്ന വഴി ശരിയല്ലെന്നാണ് ഞാൻ പറയുന്നത്. ദാമ്പത്യ ജീവിതത്തിൽ നമ്മൾ ലവ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കാൻ മേലും നമുക്കത് ഫീൽ ചെയ്യും. ഭർത്താവിന് സ്നേഹമുണ്ടല്ലോ, ഭാര്യയ്ക്ക് സ്നേഹമുണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രവൃത്തികൾ വരണം. മോർ എക്സ്പ്രസീവ് ആകുക. ആണുങ്ങളോട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം അത് കുറച്ചും കൂടി ഒന്ന് എക്സ്പ്രസ് ചെയ്യുക. സ്ത്രീകൾ എപ്പോഴും സെൻറ്റിമെൻ്റല്ല. അതുകൊണ്ടാണ് ഈ പ്രശ്നം അവർ ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്നത്. പിന്നെ ഇതിനകത്ത് കുട്ടി ചെറുതാണ്, ഇവളുടെ പ്രഗ്നൻസി, ബ്രസ്റ്റ് ഫീഡ്, ഇങ്ങനെ വരുന്ന കുറേ ടൈം സ്ത്രീകളിൽ മൂഡ് ചേഞ്ചസ് വരും. അപ്പോൾ അവർ പെട്ടെന്ന് അവരുടെ ഹോർമോണിൻ്റെയാണ് ഈ ബ്രസ്റ്റ് ഫീഡൊക്കെ കഴിഞ്ഞ് അവരാ നേരെ വരണമെങ്കിൽ കുറേ ടൈം എടുക്കും. ആ ടൈമിനിടയ്ക്ക് പഴയ പോലെ ആയിരിക്കില്ല അവളുടെ പ്രവർത്തനങ്ങൾ. അപ്പോൾ അവനും ചിന്തിക്കുക ഇങ്ങനെ, ഇവളിങ്ങനെ ആയിരുന്നില്ല. ഇപ്പോൾ ഈയിടെയായിട്ട് ഇവൾക്ക് തൊട്ടതിന് പിടിച്ചതിനെല്ലാം ദേഷ്യം, അല്ലെ അവൾ എനിക്ക് വേണ്ടി എല്ലാ സമയം അവൾ കൊച്ചിൻ്റെ കൂട്ടത്തിലിരിക്കുന്നു. ഇത് 2 കൂട്ടർക്കും വരാം. അപ്പോൾ അതുകൊണ്ട് 2 പേരും അണ്ടർസ്റ്റാൻഡിങ് ആകുക, നല്ലൊരു ലിസണർ ആകുക. ഭർത്താവിനോട് ഞാൻ പറയുന്ന ഒരു കാര്യം അതാണ്. എത്ര തിരക്കിട്ട ജോലിയാണെങ്കിലും ഒരു ദിവസത്തിൽ 24 മണിക്കൂറുണ്ട്, കുറേ ടൈം അവളെ ഒന്ന് കേൾക്കാൻ. അവളോട് വരുമ്പോൾ ഒന്ന് ചോദിക്കണം, എന്നൊക്കെ ഉണ്ടായി, ഞാൻ പോയി കഴിഞ്ഞ് ഭക്ഷണം എന്നൊക്കെ ഉണ്ടായി. അപ്പോൾ അവൾക്ക് പറയാൻ ചിലപ്പോൾ ദേഷ്യമായിരിക്കും, നിങ്ങളുടെ അമ്മയോട് ഞാൻ വഴക്കുണ്ടാക്കിയല്ല, അവരിങ്ങനെ ഫോൺ ചെയ്തു പറയട്ടെ, അവൾ എന്തും പറയട്ടെ. അപ്പം ഞാൻ നല്ലത് കേൾക്കാനാണ് ചോദിച്ചത്, നീ ഇങ്ങനെ കുറ്റം പറയുകയാണെങ്കിൽ എനിക്കിനി കേൾക്കണ്ട, അവിടെ നിർത്തിയൊക്കെ അത് പറയരുത്. അവൾ നല്ലതും ചീത്തയും അവളുടെ വേറൊരു തേർഡ് പാർട്ടിയിലേക്ക് പോകാതെ അവനോടത് പറയട്ടെ. അപ്പോൾ ഒരു ഹസ്ബൻഡ് എപ്പോഴും നല്ലൊരു ലിസണറായിരിക്കണം. ഭാര്യയ്ക്കും തിരിച്ച് ചെയ്യാം. അടുത്ത വീട്ടിലേക്ക് വരുമ്പോൾ ഒന്ന് സന്തോഷത്തോടെ ഒന്ന് സ്വീകരിക്കാം. കുടിക്കാൻ വല്ലതും വേണോ, അല്ലെ കാപ്പി എടുക്കട്ടെ, അതോ റെസ്റ്റ് ചെയ്തിട്ട് മതിയോ. അപ്പോൾ ആ കമ്മ്യൂണിക്കേഷനിലൂടെയാണ് ഇവരുടെ ബന്ധങ്ങൾ വളരുന്നത്. ഇതിന് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് 2 പേരും പൊട്ടിത്തെറിക്കും. ഭാര്യ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ടായിരിക്കും, അതുമായിട്ട് ഭർത്താവ് വരത്തില്ല. അവിടെയാണ് ഈ പ്രശ്നം എന്ന് പറയുന്നത്. പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ വിവാഹത്തിന് മുമ്പ് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണെന്ന് തോന്നുന്നു, മെൻ ആർ ഫ്രം മാസ്, വിമൻ ആർ ഫ്രം വീനസ്. മെൻ ആൻഡ് വിമൻ ഹൗ ദേ ആർ ഡിഫറെൻറ്റ്, അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പ്രതിപാദിക്കുന്ന ആ പുസ്തകത്തിൽ നിന്ന് തന്നെ നമുക്ക് ആ വ്യക്തിപരമായിട്ടുള്ള ആ ചിന്താഗതിയിലുള്ള മാറ്റം, നമുക്ക് ആണും പെണ്ണും ചിന്തിക്കുന്നതിലുള്ള എല്ലാ തലങ്ങളിലും അവർ തമ്മിൽ വ്യത്യാസമുണ്ട്. അത് നമ്മുടെ തലച്ചോറിൽ ഇപ്പോൾ ബ്രെയിനിലെ പറഞ്ഞാൽ ഏതാണ്ട് അതിനെ 2 ഹെമിസ്ഫിയറായിട്ട് തിരിക്കാം. അതിൽ ആണുങ്ങളിൽ എപ്പോഴും അവൻ്റെ ലെഫ്റ്റ് സൈഡാണ് കൂടുതൽ പ്രോമിനൻ്റ് ആയിരിക്കുന്നത്. സ്ത്രീകളിൽ എപ്പോഴും അവളുടെ ബ്രെയിനിൻ്റെ റൈറ്റ് സൈഡാണ് കൂടുതൽ പ്രോമിനൻ്റ് ആയിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡ് ബുദ്ധിയുടെ സീറ്റ്, റൈറ്റ് സൈഡ് വികാരത്തിൻ്റെ സീറ്റുമാണ്. അപ്പോൾ പുരുഷൻ ലോജിക്കായിട്ട് ചിന്തിക്കും, കാര്യകാരണ സഹിതം ചിന്തിക്കും. സ്ത്രീ എപ്പോഴും സെൻറ്റിമെൻ്റലായിട്ട് ചിന്തിക്കും, ഹൃദയം കൊണ്ട് ചിന്തിക്കും. അവളെ ഭരിക്കുന്നതും നിയന്ത്രിക്കുന്നതും ഹൃദയവും ഗർഭപാത്രമാണ്. അതുകൊണ്ട് തന്നെ അവൾ വികാരങ്ങളിലൂടെയാവുന്നു. പെട്ടെന്ന് കരയും, പെട്ടെന്ന് പിണങ്ങും, പെട്ടെന്ന് ചിരിക്കും, പെട്ടെന്ന് തീരുമാനം എടുക്കും, പെട്ടെന്ന് തീരുമാനം മാറ്റുകയും ചെയ്യും. രാവിലെ ഭർത്താവ് പോകുമ്പോൾ പറയുന്നതായിരിക്കില്ല വൈകിട്ട് വരുമ്പോൾ പറയുന്നത്. പക്ഷേ ഇതിനകത്തുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരാൾ വർക്കിംഗ് അല്ലെങ്കിൽ മറ്റേയാൾ വർക്കിംഗ് ആണെങ്കിൽ വീട്ടിൽ ഇരിക്കുന്നയാൾക്ക് ഒത്തിരി കാര്യങ്ങൾ സങ്കല്പിച്ച് കൂട്ടാം. വേറെ പണിയൊന്നുമില്ല. സംശയരോഗം വരുന്ന അങ്ങനെയാണ്. കാരണം അയാൾ ജോലിക്ക് പോകുമ്പോൾ അവിടെ ഇനി വേറെ വല്ല ഫ്രണ്ട്സ് ഉണ്ടായിട്ടാണോ, പിന്നെ ഫോൺ ചെക്ക് ചെയ്യാൻ തുടങ്ങും, അയാളുടെ പോക്കറ്റ് ചെക്ക് ചെയ്യാൻ തുടങ്ങും, പേഴ്സ് ചെക്ക് ചെയ്യാൻ തുടങ്ങും, അയാൾ വരുന്ന ടൈം ചെക്ക് ചെയ്യാൻ തുടങ്ങും, ഫോൺ എൻഗേജ്ഡ് ആയിരുന്നോ. സംശയം തുടങ്ങിക്കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാളെ കണ്ടുപിടിക്കും. കൂടെ ജോലി ചെയ്യുന്നവരോ ആരെങ്കിലും കണ്ടുപിടിച്ചിട്ട് ഇവരുടെ ഫോണും വിളിക്കും, അവരുടെ ഫോണും വിളിക്കും. അപ്പോൾ ആ ടൈമിൽ എൻഗേജ്ഡ് ആണെങ്കിൽ ഇവർ തമ്മിൽ കണക്ട് ചെയ്യും. ഇവര് അതൊരു സംശയ രോഗികളുടെ ഒരു പരിപാടിയാണ്. ആ സംശയരോഗത്തിലേക്ക് പോകാതിരിക്കുക. സംശയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം എൻ്റെ ഭർത്താവിന് എന്നെ അല്ലാതെ ഒരാളെ സ്നേഹിക്കാൻ പറ്റില്ല എന്ന് ഇവരങ്ങ് വിശ്വസിക്കുക. അതിന് മാത്രം സ്നേഹം കൊടുക്കുക. ഇതാണ് പരിഹാരമാണ് നിർദ്ദേശിക്കാൻ പറ്റുന്നത്. ഇതിനകത്ത് പരിഹാരം എന്ന് പറയുന്നത് അതൊരു സംശയരോഗമായി മാറ്റരുത്. അപ്പോൾ ആ കുട്ടിയോട് ഞാൻ പറയുന്നത് ഭർത്താവിനോട് ശാന്തമായിട്ട് പറയണം,
ഡിവോഴ്സ് കേൾക്കാനല്ല, ഞാൻ പോകത്തില്ല. എന്നാ പറഞ്ഞാലും നിങ്ങളെ വിട്ട് മരണം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും, ഞാൻ എങ്ങും പോകത്തില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള വാക്കിനി നമുക്ക് ഉപയോഗിക്കേണ്ട. പിന്നെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്കത് പറഞ്ഞു തീർക്കാം. ഒരു ഡ്രൈവ് എടുക്കുമോ, അല്ലെങ്കിൽ പള്ളിയിൽ പോയി ശാന്തമായിട്ട് കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കുമോ, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ പോയിരുന്ന് കുറച്ച് നേരം സംസാരിക്കുമോ, എന്തെങ്കിലും ചെയ്യാം. കൊച്ചിനെ കളിക്കാൻ വിട്ടിട്ട് ഇവർക്ക് രണ്ടുപേർക്കൂടെ സംസാരിക്കാം. അപ്പോൾ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് പറഞ്ഞു തീർക്കുക. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് പറഞ്ഞു തീർക്കുന്നതാണ് ഏറ്റവും നല്ലത്. ബെഡ്റൂമിൽ പ്രശ്നമായിട്ട് കയറാതെ അവർക്ക് ഒരുമിച്ച് പറഞ്ഞു തീർത്ത് മുന്നോട്ട് പോകാൻ പറ്റുവാണെങ്കിൽ അത് ഒരിക്കലും ആ കുട്ടി ഉദ്ദേശിക്കുന്ന പോലെയുള്ള ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല. അവന് യാതൊരു കുഴപ്പക്കാരനുമല്ല. അവന് അങ്ങനെ കുഴപ്പം ഉണ്ടെങ്കിൽ അവൻ സൂത്രക്കാരനായിരിക്കും, കൂടുതൽ സ്നേഹം കാണിക്കും, അവളിത് അറിയാതിരിക്കാൻ. അതെ. അപ്പോൾ സെയിൻറ്റ് ജോൺ പോൾ സെക്കൻഡ് പാപ്പ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ പോരുന്നതിന് മുമ്പ് തൊട്ട് മുമ്പ് വായിച്ച ഈ പരസ്പരം അൺകണ്ടീഷണൽ ലവ് കൊണ്ട് പൂർണ്ണതയിലേക്ക് എത്തിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇപ്പം മാം നേരത്തെ പറഞ്ഞാൽ സ്ത്രീകൾ ഇമോഷണൽ ഫ്രം ഹാർട്ട് ചിന്തിക്കുന്നത്, മറ്റേയാൾ ലോജിക്കലായിട്ട് ബ്രെയിൻ കൊണ്ട് ചിന്തിക്കുന്നത്. ഇത് രണ്ടും കൂടെ ചേർന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ പൂർണ്ണത അൺകണ്ടീഷണലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. രണ്ടുപേരും ഒരേപോലെ ഇരുന്നാൽ അതിനകത്തൊരു രസമില്ലല്ലോ. ദൈവത്തിൻ്റെ സൃഷ്ടി തന്നെ അങ്ങനെയല്ലേ. ആണിനെയും പെണ്ണിനെ ആ ഡിഫറെൻ്റ് ആയിട്ട് സൃഷ്ടിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ്. ഒന്ന് ചേരുമ്പോൾ പൂർണ്ണത വരണം എല്ലാ തലങ്ങളിലും. ആ എല്ലാ ബോഡി ഷേപ്പ്, നമ്മുടെ എല്ലാ പ്രത്യേകതകളും അങ്ങനെയാണ് ദൈവം ഡിസൈൻ ചെയ്തിരിക്കുന്നത്, പൂരകങ്ങളായിട്ട്. അപ്പോൾ അതിനകത്തേക്ക് അവൾ എല്ലാം മറന്ന് അവനെ സ്നേഹിക്കാൻ തുടങ്ങട്ടെ. ആ വാക്ക് ഇനിയും പറയത്തില്ല എന്ന് അവർ രണ്ടുപേരുടെ തീരുമാനം എടുക്കുക. എന്നിട്ട് പ്രാർത്ഥനയുള്ള ഒരു കുടുംബമാക്കി മാറ്റുക. കുറച്ച് സമയം അവർ ദൈവത്തോടു കൂടി ആയിരിക്കാൻ. അവൾ ശാന്തമായിട്ടിരുന്ന് പ്രാർത്ഥിക്കട്ടെ. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഇവൻ വല്ലവരുടെ കൂടെ പോയോ എന്ന് ചിന്തിക്കുന്നതിനേക്കാളും നല്ലത് കുറച്ച് വചനം എഴുതി പഠിക്കാനും അല്ലെങ്കിൽ വായിച്ച് പഠിക്കാനും ഒക്കെ സമയം കണ്ടെത്തിട്ട്. അപ്പോൾ അതൊക്കെ ഒരു സ്ട്രെങ്ത് ആവും. അടുത്ത കഥയിലേക്ക് നീങ്ങാം. ഞാൻ UK ജോലി ചെയ്യുന്ന ഒരു നേഴ്സാണ്. ഈ ജോലി കിട്ടിയ സമയത്ത് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. ജോലി കിട്ടുവാൻ വേണ്ടി അബോർഷൻ ചെയ്ത് ഞാൻ ഇവിടേക്ക് വന്നു. ഇപ്പോൾ വർഷങ്ങളായി ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നില്ല. ഞാൻ ചെയ്ത പാപത്തിൻ്റെ ഫലമാണിത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എന്ത് ചെയ്യണം? അത് നല്ലൊരു കത്താണ്. കാരണം ഒത്തിരി പിള്ളേർ കാണിച്ചു കൂട്ടുന്ന ഒരു കാര്യമാണിത്. കാരണം ഇന്നത്തെ കാലങ്ങളിൽ നമ്മൾ പഠിത്തമൊക്കെ കഴിഞ്ഞു, ഒരു ചെറിയ ജോലിയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് അല്ലെങ്കിൽ പഠിത്തം കഴിയുമ്പോൾ തന്നെ പെൺകുട്ടികളുടെ കല്യാണം നടത്തും. കല്യാണം നടത്തുമ്പോൾ വിദേശത്താണ് ഭർത്താവെങ്കിൽ അല്ലെങ്കിൽ വിദേശത്ത് പോകാൻ ഇവർ ഒരുങ്ങുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറേ സമയമെടുക്കും. ആ സമയത്തിനിടയ്ക്ക് ഇവർ ഗർഭിണികളാവും. ഗർഭിണികളായി കഴിയുമ്പോൾ ചിലപ്പോൾ അവൾ തന്നെ പോകാനായിരിക്കും അവൾക്ക് കിട്ടിയിരിക്കുന്നത്. വിസ കിട്ടുമ്പോൾ ഫാമിലി വിസ ആയിരിക്കില്ല. അപ്പോൾ ആ സമയത്ത് ഇവൾ പ്രഗ്നൻ്റ് ആണെങ്കിൽ ഇവർക്ക് അവിടെ ചെന്ന് ഉടനെ ലീവ് എടുക്കാൻ പറ്റില്ല, പ്രസവിക്കാൻ പറ്റില്ല, ഉടനെ തിരിച്ചു വരാൻ പറ്റില്ല. അപ്പോൾ അവൾ കംഫർട്ടബിൾ ആകാൻ വേണ്ടി അവൾ ചെയ്ത ഒരു പണിയാണ് കുഞ്ഞിനെ നശിപ്പിച്ചു. അത് അവൾ അതിൻ്റെ പാപമോ അല്ലെങ്കിൽ അവൾ ചെയ്യുന്നത് ഒരു ജീവനെ ഹനിക്കുകയാണെന്നോ ഒന്നും വിചാരിച്ചുകൊണ്ട് ചെയ്യുന്നതല്ല. ഫോർ ദ ടൈം ബീയിങ് അത് അവൾക്ക് ആവശ്യമായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞു വിദേശത്ത് ചെന്നു, അവൾ സെറ്റിൽ ഡൗൺ ചെയ്തു കഴിഞ്ഞ് ഒരു പക്ഷേ ഹസ്ബൻഡിനെ കൊണ്ടുപോയി കാണും. അവിടെ ചെന്ന് പിന്നീടാണ് ഇവർ അതിൻ്റെ ആ വിഷമത്തിലേക്ക് വരുന്നത്. പക്ഷെ മനസ്സിൽ ഈ കുറ്റബോധം ഇവളെ ഇങ്ങനെ വേട്ടയാടുന്നുണ്ടാവും. എനിക്ക് തോന്നുന്നു ആദ്യം ഒന്ന് പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ഇനിയിപ്പോൾ പ്രഗ്നൻ്റ് ആകില്ല എന്നൊരു ചിന്ത കുട്ടിക്ക് വേണ്ട. പ്രഗ്നൻ്റ് ആവാം. പക്ഷേ നമ്മുടെ ദൈവം ശിക്ഷിക്കുന്ന ദൈവമല്ല, രക്ഷിക്കുന്ന ദൈവമാണ്. ഒരിടത്തും വടിയായിട്ട് ഇങ്ങനെ തെറ്റ് ചെയ്യുന്നവരെ എല്ലാം നോക്കി നടക്കുന്ന ഒരു ദൈവം നമുക്കില്ല. അപ്പം അതുകൊണ്ട് തന്നെ അവൾ പേടിക്കേണ്ട. അവളുടെ പാപം ക്ഷമിക്കുന്നവനാണ് ദൈവം. പ്രത്യേകിച്ച് ഇത് കരുണയുടെ വർഷമാണ്. നമുക്ക് കാരുണ്യവാനായ ദൈവത്തിൻ്റെ കരുണ കൂടുതൽ അനുഭവിക്കാൻ പറ്റുന്ന ഒരു വർഷം. പക്ഷെ അവൾക്ക് ആ മാനസാന്തരം ഉണ്ടാവണം, ആഴമായ പശ്ചാത്താപം ഉണ്ടാവണം. ഇപ്പോൾ ഇതിനകത്ത് കുട്ടികൾ ജനിക്കുക എന്ന് പറയുന്നത് ദൈവം തമ്പുരാൻ നമുക്ക് അനുവദിച്ച് തരാതെ പറ്റത്തില്ല. നമ്മുടെ മിടുക്കുകൊണ്ടോ കഴിവ് കൊണ്ടോ നമുക്കൊരു കൊച്ചിനെ ജനിപ്പിക്കാനാവില്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഇവിടെ ഇപ്പോൾ ഈ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കുകളൊന്നും ഇത്രയും അധികം ഉണ്ടാകുമായിരുന്നില്ല. എത്രയോ ലക്ഷം രൂപ മുടക്കിയിട്ട് ഒരു കുഞ്ഞുകാല് കാണാൻ പറ്റാതെ വിഷമിക്കുന്ന ധാരാളം ദമ്പതികളുണ്ട് ഇവിടെ. അപ്പോൾ ആ കുട്ടി അങ്ങനെയുള്ള ഒരു ചിന്തയിലേക്ക് വരിക. പക്ഷെ അതിന് പ്രായശ്ചിത്തം ചെയ്യണം. അവൾക്ക് കുട്ടി ഉണ്ടാവുന്നില്ലെങ്കിൽ ധാരാളം വഴികളുണ്ട്. നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ വഴിയുണ്ട്. ഇല്ലെങ്കിൽ അനാഥാലയങ്ങളിലെ കുഞ്ഞുങ്ങളെ ആരെയെങ്കിലും ഇവൾക്ക് പഠിപ്പിക്കാനായി ദത്തെടുക്കാം. വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തണമെന്ന് നിർബന്ധമൊന്നുമില്ല. പല സ്ഥലങ്ങളിലായിട്ട് തന്നെ പിള്ളേരെ പഠിപ്പിക്കാൻ ദത്തെടുക്കുന്നവരുണ്ട്, വലിയ പ്രൊഫഷണൽ കോഴ്സിന് ദത്തെടുക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊരു മനസ്സമാധാനം കിട്ടും. വൈദ്യ വിദ്യാർത്ഥികളെ ദത്തെടുക്കുക, അങ്ങനെ മെഡിക്കൽ സ്റ്റുഡൻസ്, അങ്ങനെ ഏത് തലങ്ങളിലെങ്കിലും. അപ്പോൾ അത് ദൈവതമ്പുരാൻ്റെ മുന്നിൽ പാപമോചനത്തിനുള്ള ഒരു വഴിയായിട്ട് അവർക്ക് കണ്ടെത്താം. പിന്നെ ദമ്പതികൾ ഈ പാരൻറ്റിങ് എന്ന് പറയുന്നത് വളരെ ഒരു വിളിയാണ്, അതൊരു ദൗത്യമാണ്. ദമ്പതികൾ തങ്ങളോട് തന്നെയും ദൈവത്തോടും രാഷ്ട്രത്തോടും സമുദായത്തോടും
സമൂഹത്തോടുമുള്ള നമ്മുടെ കടമകൾ കണക്കിലെടുത്തുകൊണ്ട് വേണം ദാമ്പത്യധർമ്മം നിർവഹിക്കാൻ. അതെ. ഇവിടെ ഇവരുടെ കാര്യം മാത്രമേ ഇവർ ഓർത്തുള്ളൂ. അതാണ് അതിനകത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ജന്മം കൊടുക്കുക, സൃഷ്ടികർമ്മം എന്ന് പറയുന്നത് നമ്മുടെ മിടുക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. ദൈവം തമ്പുരാൻ തീരുമാനിക്കാതെ പറ്റത്തില്ല. അപ്പോൾ ദൈവം തമ്പുരാൻ ഒരുപക്ഷെ അവളെ മാനസാന്തരത്തിലേക്ക് വരാനോ ഇതിനു വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യിക്കുകയാണ്. അതുകൊണ്ട് പ്രത്യാശയോടുകൂടി കാത്തിരിക്കുക. നവീൻ, ഈ ജോലിക്ക് വേണ്ടി ഒരു കുഞ്ഞുണ്ടായതിനെ കളയാനുള്ള തീരുമാനം, അതിനോട് യോജിക്കുന്നുണ്ട്. എന്താണ് പറയാനുള്ളത്? ഈ പ്രത്യേകിച്ചും നേഴ്സുമാരുടെ ആയിരിക്കും ഇങ്ങനത്തെ കൂടുതലും കാണുന്നത്. പുറത്തേക്ക് പോകാനായിട്ട് ജോലി കിട്ടിയ ആദ്യത്തെ ഒരു വർഷത്തേക്ക് പ്രഗ്നൻസി പാടില്ല എന്നൊക്കെ കണ്ടീഷൻസ് ഒക്കെ വെച്ച് ധാരാളം കേൾക്കുന്നുണ്ട്. അങ്ങനെ ഉള്ളത് കൊണ്ട് പ്രഗ്നൻസി ഒരു വർഷത്തേക്ക് ഡിഫർ ചെയ്യുന്നവരുണ്ട്, പിന്നെ അബോർഷൻ ചെയ്യുന്നവരുണ്ട്. എനിക്ക് തോന്നിയ ഒരു കാര്യം, ഇവർ ജോലിയേക്കാളും ഒരു പക്ഷേ ദൈവം വന്നാലും അവരുടെ മുമ്പിൽ വെച്ച് നീട്ടിയ ആ ജീവനെ, ഈ ലോകത്തിലേക്ക് വെച്ചിരിക്കുന്ന ജീവനെ സ്വീകരിച്ചിരുന്നെങ്കിൽ അവർക്ക് അന്നേരം തൽക്കാലത്തേക്ക് അതൊരു സഹനമായിട്ടോ അല്ലെങ്കിൽ ഒരു കുറവായിട്ടോ ഒക്കെ തോന്നിയാലും പിന്നീട് കർത്താവ് തക്ക സമയത്ത് അവരെ ലിഫ്റ്റ് ചെയ്ത് അവർക്ക് ആവശ്യമുള്ള അത് കൂടുതലും കർത്താവിന് നൽകാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ ഒരു തീരുമാനമായിരിക്കും കുറച്ചുകൂടെ നല്ലതാണ്. എനിക്കറിയാവുന്ന ഈ അടുത്ത കാലത്ത് എനിക്ക് വളരെ പരിചയം കിട്ടിയ ഒരു കുടുംബം, അവരുടെ അമ്മ കുഞ്ഞുങ്ങളെ സ്വീകരിക്കാനായിട്ടും പരിപാലിക്കാനും വേണ്ടിയിട്ട് തന്നെ നേഴ്സായിട്ടുള്ള ഒരാൾ തന്നെയാണ്. ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് വന്നു. കുഞ്ഞുങ്ങളെ ഈ അഡോളസൻ സ്റ്റേജിൻ്റെ ഒരു പരിധിവരെ അവർ കൂടെ നിന്ന് വളർത്തി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പതുക്കെ ചെറിയ രീതിയിൽ വീണ്ടും നേഴ്സിംഗ് ജോലി തന്നെ വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് പിള്ളേർ വളരുന്നതിനൊപ്പം അവർ പിന്നീട് UK പോയി അവർ ഫുൾ ഫാമിലി അവിടേക്ക് ഷിഫ്റ്റായി സെറ്റിലായി. അതിൽ നിന്നൊരു വൈദിക വിദ്യാർത്ഥി വരെ ഇപ്പോൾ ഉണ്ട് ആ കുടുംബത്തിൽ നിന്ന്. പേരൻസിൻ്റെ അങ്ങനത്തെ ഒരു തീരുമാനം ആ കുടുംബത്തെ വീണ്ടും അവർക്ക് ആവശ്യമുള്ളതും അതിലധികവും നൽകുന്നു. ആ കുടുംബത്തിൽ നിന്ന് ലോകത്തിന് സഭയ്ക്കും നന്മയുണ്ടാകുന്ന രീതിയിലുള്ള വിളികളും ദൈവവിളികളും ഉണ്ടാകും. വിശ്വാസത്തിൻ്റെ ചില പ്രവൃത്തികൾ ദൈവം ചിലപ്പോൾ നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നതിന് നമ്മൾ പ്രത്യേകിച്ച് ജീവൻ തിരഞ്ഞെടുക്കാനായിട്ടുള്ള ഒരു മനസ്സ് നമ്മൾ കാണിച്ചാൽ ദൈവം ഒരിക്കലും നമ്മളെ വഴിയിൽ ഉപേക്ഷിക്കുന്ന ഒരു ദൈവം അല്ലാതെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അതാണ് എനിക്ക് തോന്നിയത്. ആദ്യം നാം നമ്മെ തന്നെ സ്നേഹിക്കുക. ആ സ്നേഹം നമുക്ക് സകല ചരാചരങ്ങളിലേക്കും ഈ ലോകം മുഴുവനിലേക്കും തന്നെ പകർന്നു നൽകാൻ സാധിക്കും. നിങ്ങളുടെ പ്രശ്നങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, യൂത്ത് ഗൈഡ്, ഷാലോം TV, പെരുവണ്ണാമൂഴി PO, കാലിക്കറ്റ്. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും നന്ദി.